التمسك بالأثر نجاه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذا اليوم وخير ما بعده ونعوذ بك من شر ما في هذا اليوم وشر ما بعده يا رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ തൗഫീഖിനാൽ അവിടുത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സമാഹരിച്ച അൽ-ഇമാം നവവി റഹിമഹുല്ലാ രചിച്ച അൽ-അർബഊന നവവിയ്യ എന്ന ഹദീസ് സമാഹാര ഗ്രന്ഥത്തിൻ്റെ പഠനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. 18 ഹദീസ് വരെയാണ് വിശദീകരിച്ചത്. ശരി. അൽ ഹദീസു താസി അശർ, 19ാമത്തെ ഹദീസായി അൽ-ഇമാം നവവി റഹിമഹുല്ലാ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നത് അൻ അബിൽ അബ്ബാസ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദ്യം മൊത്തത്തിൽ ഹദീസ് വായിച്ച് നമുക്ക് അർത്ഥം പറയാം, ശേഷം അതിലെ ഓരോ പദങ്ങളും വിശദീകരിക്കാം. ഖാല അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില റിവായത്തുകളിൽ ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും അതിൻ്റെ PDF കിട്ടിയിട്ടുണ്ടോ? മത്തിന് കിട്ടിയിട്ടുണ്ടോ? ഖൽഫൻ നബി എന്നാണോ ഖൽഫ റസൂലില്ലാ എന്നാണോ? ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഒരു ദിവസം ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് പിന്നിലായി യാത്ര ചെയ്യുകയായിരുന്നു, വാഹനപ്പുറത്ത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, ഓ മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. യഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുൻപിൽ കണ്ടെത്താൻ സാധിക്കും. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുക. വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ, ഈ സമൂഹം ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യാൻ, എന്തെങ്കിലും കാര്യത്തിൽ ഒരു നന്മ ചെയ്തു തരാൻ ഒരുങ്ങി പുറപ്പെട്ടു, സംഘടിച്ചു എന്ന് വിചാരിക്കുക. ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അള്ളാഹു നിനക്ക് രേഖപ്പെടുത്തിയ, നിനക്ക് സംഭവിക്കണം, ഉണ്ടായിത്തീരണമെന്ന് രേഖപ്പെടുത്തിയ നന്മയല്ലാതെ ഒരു നന്മയും ആര് സംഘടിച്ചാലും നിനക്ക് നന്മയായി സംഭവിക്കുകയില്ല. അതായത് അവർ നിനക്ക് ആ ഉപകാരം ചെയ്തു തരികയില്ല, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ. വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ, ഇനി അവർ നിനക്കൊരു ഉപദ്രവമേൽപ്പിക്കാൻ സംഘടിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ സംഘടിച്ചാലും ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക്,
അള്ളാഹു നിനക്കെതിരെ രേഖപ്പെടുത്തിയ അനിഷ്ടകരമായ കാര്യങ്ങളല്ലാതെ ഉപദ്രവമായി നിനക്ക് സംഭവിക്കുകയില്ല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു. വജഫത്തി സുഹുഫ്, ഏടുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രേഖയിലെ ഏടുകൾ, അതിലെ മഷി ഉണങ്ങിപ്പോയി. അള്ളാഹു എല്ലാം മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ രേഖയിൽ കാര്യങ്ങൾ ഭദ്രമാകുന്നു. റവാഹു തിർമിദിയു റഹിമഹുല്ലാ, അൽ-ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള 2516 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. വഖാല ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ, ഇമാം തിർമിദി തന്നെ ഈ ഹദീസിനെ പറ്റി വിശേഷിപ്പിച്ചു, ഇത് നല്ല ദുർബലതകളിൽ നിന്ന് മുക്തമായ സ്വഹീഹായ ഹദീസാണ്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിന് ഹുക്മ് പറഞ്ഞത് സ്വഹീഹ് എന്നാണ്. ഷെയ്ഖ് അൽബാനി സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസ് കൂടിയാണിത്. വഫി റിവായത്തിൻ ഗൈരി തിർമിദി, അൽ-ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ അല്ലാതെ, ഇമാം തിർമിദിയുടെ സുനനിലല്ലാത്ത വേറെ ചില റിപ്പോർട്ടുകളിൽ, അതായത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അതുപോലെ തന്നെ ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ, ഇമാം തുബ്രാനിയുടെ ഗ്രന്ഥത്തിൽ, അങ്ങനെ തിർമിദിയല്ലാത്ത മറ്റു ഈ പറയപ്പെട്ട മുഹദ്ദിസുകൾ ഈ ഹദീസിന്റെ വ്യത്യസ്ത ചില റിപ്പോർട്ടുകളിൽ കൊണ്ടുവന്ന പദപ്രയോഗങ്ങളാണ് ശേഷം ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് തിർമിദിയുടെ സുനനില്ലാത്ത ഈ റിപ്പോർട്ടിൽ നിന്ന് അധികരിച്ച ഭാഗമാണ്. അതെന്താണ്? ഇഹ്ഫദില്ലാഹ തജിദ്ഹു അമാമക്, നീ മോനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താം. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിന്റെ ധന്യവേളയിൽ, നിന്റെ ഐശ്വര്യവേളയിൽ നീ അള്ളാഹുവിനെ അറിയുക. യഅരിഫ്ക ഫി ശിദ്ദ, എങ്കിൽ നിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രയാസവേളകളിൽ അള്ളാഹു നിന്നെ അറിയും. വഅലം അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നീ അറിയണം നിന്നിൽ നിന്ന് തെറ്റിപ്പോയതൊന്നും നിന്നെ ബാധിക്കേണ്ടതല്ല, നിനക്ക് കിട്ടാതെ പോയതൊന്നും നിനക്ക് ലഭിക്കേണ്ടതല്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക, നിന്നെ ബാധിച്ചതൊന്നും നിന്നെ ബാധിക്കാതിരിക്കേണ്ടതുമല്ല, നിനക്ക് ബാധിച്ചതൊന്നും നിനക്ക് ബാധിക്കാതെ പോകുകയുമില്ല. വഅലം, നീ അറിയണം, അന്നൻ നസ്റ മഅസ് സബ്ർ, നിശ്ചയം ക്ഷമയോടൊപ്പമാണ് വിജയമുള്ളത്. വൽ ഫറജ മഅൽ കർബ്, പ്രയാസത്തോടൊപ്പമാണ് ആശ്വാസമുള്ളത്. വൽ ഉസ്റ മഅൽ യുസ്ർ, ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. ഇതാണ് ഹദീസിന്റെ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ഹദീസിലേക്ക്, അതിൻ്റെ പദങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മഹാനായ സ്വഹാബിയാണ്. അൽ-ഇമാം അൻ-നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ ഹദീസ് സമാഹാരത്തിൽ ഏതൊരു സ്വഹാബിയെയും ആദ്യം പരാമർശിക്കുമ്പോൾ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബിയെ ആദ്യം പരാമർശിക്കുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു ശൈലിയാണ് എന്ത്? സ്വഹാബി ആദ്യം പറയുമ്പോൾ സ്വഹാബിയുടെ കുനിയത്ത് പറയും. നിങ്ങൾ 18 ഹദീസുകൾ കേട്ടു. ഈ 18 ഹദീസുകളിൽ എവിടെയെങ്കിലും അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഹദീസ് കേട്ടോ? ഇല്ല. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇതിലെ 19ാമത്തെ ഹദീസായി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേര് ആദ്യമായാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിന് മുമ്പ് അബുൽ അബ്ബാസ് അദ്ദേഹത്തിന്റെ കുനിയത്ത് പറഞ്ഞു. അപ്പൊ ഏതൊരു സ്വഹാബിയെയും ആദ്യമായി ഇതിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇമാം നബവി പിന്നെ കൈക്കൊണ്ട ശൈലിയാണ് അദ്ദേഹത്തിന്റെ കുനിയത്ത് കൊണ്ട് പരിചയപ്പെടുത്തും. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്ത് എന്താണ്? അബുൽ അബ്ബാസ്. അബ്ബാസ് എന്നത് അദ്ദേഹത്തിന്റെ മക്കളിൽ, പുത്രന്മാരിൽ മൂത്ത കുട്ടിയാണ്. അപ്പോൾ അബ്ബാസ് എന്ന് ആ മകനിലേക്ക് ചേർത്താണ് അബുൽ അബ്ബാസ് എന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കുനിയത്ത് നൽകപ്പെട്ടത്. അപ്പൊ മകന്റെ പേരും അബ്ബാസ് ആണ്, പിതാവിന്റെ പേരും അബ്ബാസ് ആണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബുൽ അബ്ബാസ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിൻ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് എന്നതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനാണ് ആര്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്, ഉപ്പായുടെ സഹോദരന്റെ മകനാണ്. നമ്മൾ ഇക്കാലഘട്ടത്തിലെ പ്രയോഗം കണ്ടെടുത്താൽ കസിൻ ബ്രദർ ആണ് ആര്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. അങ്ങനെ തന്നെയല്ലേ പറയലേ?
അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനാണ്. മാത്രവുമല്ല അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മന്റെ പേരെന്താ? ഉമ്മുൽ ഫദ്ൽ എന്നാണ്. ഉമ്മുൽ ഫദ്ൽ. ഫദ്ൽ ആരാണ്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മൂത്ത ജ്യേഷ്ഠനാണ്. അൽ ഫദ്ൽ, അബുൽ ഫദ്ൽ എന്ന് അബ്ബാസ് റളിയല്ലാഹുവിന്റെ കുഞ്ഞത്താണ്. ഉമ്മുൽ ഫദ്ൽ എന്നാണ് ഫദ്ൽ ബിൻ അബ്ബാസ് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനിലേക്ക് ചേർത്തി ഉമ്മുൽ ഫദ്ൽ എന്നാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ ഉമ്മയെ പരിചയപ്പെടുത്താറുള്ള അവരുടെ കുഞ്ഞത്തതാണ്. അവരുടെ ശരിയായ നാമം അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ശരിയായ നാമം ലുബാബത്തുൽ കുബ്ര ബിൻതുൽ ഹാരിസ് എന്നാണ്. ലുബാബത്തുൽ കുബ്ര ബിൻതുൽ ഹാരിസ്. ഉമ്മുൽ ഫദ്ൽ ലുബാബ റളിയല്ലാഹു അൻഹ അവർക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്ന മൈമൂന ബിൻതുൽ ഹാരിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മൈമൂന ബിൻത് ഹാരിസ് അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഫദ്ൽ, ഉഖ്തു സൗജത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മായുടെയും ഉപ്പായുടെയും കുടുംബ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവുമായി ചൂഴ്ന്ന് വലയം ചെയ്തു നിൽക്കുന്നു. നബിയുടെ പിതൃവ്യ പുത്രനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പായുടെ സഹോദരനാണ് പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മുൽ ഫദ്ൽ. എപ്പോഴാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചത്? ഹിജ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 3 വർഷം മുമ്പാണെന്നും അതല്ല 5 വർഷം മുമ്പാണെന്ന് 2 അഭിപ്രായമുണ്ട്. അതിൽ 3 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് 3 വർഷം മുമ്പാണ് അദ്ദേഹം ജനിച്ചത് എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം. ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ അതാണ് പ്രബലമായി കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റ സംഭവിച്ചത്, നബി ഹിജ്റ പോയത് എത്രാമത്തെ വയസ്സിലാണ്? 53-ാമത്തെ വയസ്സിലാണ്. അപ്പൊ നബിയുടെ ഹിജ്റക്ക് 3 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ നബിക്ക് 50 വയസ്സുള്ളപ്പോഴാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് അദ്ദേഹം 3 വർഷം മുമ്പ് ജനിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് മുസ്ലിമായി. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത് ഫത്ഹ് മക്ക മുമ്പാണ്. മക്കം ഫത്ഹ് സംഭവിക്കുന്നതിന് മുമ്പാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായത്. ശേഷം പിതാവിനോടും മാതാവിനോടുമൊപ്പം ഫത്ഹ് മക്കയുടെ വർഷം മദീനയിലേക്ക് ഹിജ്റ പോകുകയാണ് ആര് ചെയ്തത്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയതിനു ശേഷം 8-ാമത്തെ വർഷം, ഹിജ്റ 8-ാം വർഷമാണ് ഫത്ഹ് മക്ക. ആ വർഷമാണ് മദീനയിലേക്ക് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ പിതാവിനോടും മാതാവിനോടുമൊപ്പം ഹിജ്റ പോയിട്ടുള്ളത്. പിതാവിന് മുമ്പ് അദ്ദേഹം മുസ്ലിമായി. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുമ്പ് അദ്ദേഹം മുസ്ലിമായി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 7 മക്കളായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു ഒരു മകന്റെ പേര് അബ്ബാസ് എന്നാണ്, ഒരു മകൻ അബ്ദുള്ളയുണ്ട്, ഒരാൾ മുഹമ്മദ് ഉണ്ട്. അതുപോലെ തന്നെ 2 പെൺമക്കളുണ്ട് അദ്ദേഹത്തിന്. പെൺമക്കളിൽ ഒരാളുടെ പേര് ലുബാബ എന്നാണ്. അപ്പൊ മകന് തന്റെ ആൺമക്കളിൽ ഒരാൾക്ക് ഉപ്പാന്റെ പേര് അബ്ബാസ് എന്നിട്ടു, പെൺമക്കളിൽ ഒരാൾക്ക് ഉമ്മാന്റെ പേര് ലുബാബ എന്നും അദ്ദേഹം പേര് നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായി അവിടുന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ നബി തന്റെ നെഞ്ചിലേക്ക് എന്നെ ചേർത്തു പിടിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഹിക്മ, അല്ലാഹുവേ നീ ഇവന് ദീനിന്റെ വിജ്ഞാനം, ഹിക്മത്ത് പഠിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി ഖലായിൽ ശുചിമുറിയിൽ പ്രവേശിച്ചപ്പോൾ
അവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാണ് വെച്ചത്? അത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹമാണെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ, അല്ലാഹുവേ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന് നീ ദീനിൽ അവഗാഹം നൽകണമേ. വേറെ ചില റിവായത്തുകൾ കാണാം വഅല്ലിംഹു തഅ്വീൽ, ഖുർആനിന്റെ വ്യാഖ്യാനം, ഖുർആനിന്റെ വിശദീകരണം നീ പഠിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ സ്പർശമേറ്റ് അദ്ദേഹത്തിന്റെ കരങ്ങളുടെ തലോടലേറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഹത്തായ തൗഫീഖ്, ഫിഖ്ഹും ഹിക്മത്തും അതുപോലെ തന്നെ ഖുർആനിന്റെ വ്യാഖ്യാനവും പഠിപ്പിക്കപ്പെട്ട അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യപ്പെട്ട മഹാനായ സ്വഹാബിയാണ് അദ്ദേഹം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടക്കുകയാണെങ്കിൽ വീടിനകത്തുള്ള സ്ത്രീകൾ പറയും, വഴിയിലൂടെ നടന്നത് സുഗന്ധം വിൽക്കുന്ന ആളാണോ അതല്ല ഇബ്നു അബ്ബാസ് ആണോ എന്ന് ചോദിക്കുമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് സുഗന്ധം നന്നായി ഇഷ്ടമുണ്ടായിരുന്നു, അത് ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഗന്ധം വീട്ടിലുള്ള സ്ത്രീകൾക്ക് വരെ അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പറ്റി പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്ഥാനപ്പേരുകൾ സഹാബികളിൽ പലരും അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഹബ്റുൽ ഉമ്മ, എന്താണ് ഹബ്ർ എന്ന് പറഞ്ഞാൽ? ആലിം, ഈ ഉമ്മത്തിന്റെ പണ്ഡിതൻ, ആലിം, ഹബ്റുൽ ഉമ്മ എന്ന് അദ്ദേഹത്തെ പറ്റി സഹാബികളിൽ പലരും വിശേഷിപ്പിച്ചിട്ടുണ്ട്. വൽ ബഹർ, ഈ ഉമ്മത്തിലെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അവഗാഹം കൈക്കൊണ്ട കടലാണ്, സാഗരമാണ് അദ്ദേഹം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ ആഴം കൊണ്ട് ബഹർ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായി കാണാം. അതുപോലെ തന്നെ തുർജുമാനുൽ ഖുർആൻ, ഖുർആൻ അതിന്റെ വ്യാഖ്യാനം അറിയുന്ന തുർജുമാനുൽ ഖുർആൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതായി കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വഹാബികളിൽപ്പെട്ട പ്രായമേറിയ ആളുകൾ, സ്വഹാബികളിലെ കിബാറുകൾ സന്നിഹിതരാകുന്ന സദസ്സിൽ അദ്ദേഹത്തെ ചേർത്തിയിരുത്താറുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മളിൽ പലരും കേട്ടതാണ് ആ സംഭവം. സ്വഹാബികളിൽ ബദറിൽ പങ്കെടുത്ത കിബാറുകളിൽപ്പെട്ട ആളുകളുടെ സദസ്സിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ചിലർക്ക് രോഷമുണ്ടായി, ഞങ്ങളുടെ മക്കളുടെ മാത്രം പ്രായമുള്ള ഈ ചെറിയ കുട്ടിയെ എന്തിനാണ് ഈ സദസ്സിൽ കൊണ്ടുവന്നിരുത്തുന്നത്, അല്ലെങ്കിൽ ഈ ചെറിയ പയ്യനെ എന്തിനാണ് സദസ്സിൽ വന്നിരുത്തുന്നത്? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പലതും അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അത് ബോധിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സദസ്സിൽ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നസ്റിന്റെ തഫ്സീറിനെ പറ്റി സ്വഹാബികളിലെ കിബാറുകൾ അടങ്ങുന്ന സദസ്സിനോട് ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഈ സൂറത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഇതിന്റെ പശ്ചാത്തലത്തെ പറ്റി അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള പാഠത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, എന്താണ്? അള്ളാഹുവിന്റെ സഹായം വിജയം വന്നെത്തിയാൽ നമ്മോട് ഇസ്തിഗ്ഫാറും അതുപോലെ തന്നെ തസ്ബീഹും അധികരിപ്പിക്കാനാണ് അള്ളാഹു പറയുന്നത്. ചിലർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ചിലർ മിണ്ടാതിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അജൽ, അവിടുത്തെ മരണത്തെ അറിയിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹു എന്നുള്ള വിജയവും ഫത്ഹ് മക്കയും ഉണ്ടായാൽ, താങ്കളുടെ ദൗത്യം പൂർത്തീകരിച്ചാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, താങ്കൾ അള്ളാഹുവിന് തസ്ബീഹും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കുക. താങ്കളുടെ മരണത്തിന്റെ അടയാളമാണ്, ലക്ഷണമാണ് അതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം അറിഞ്ഞതാണ് ഈ സൂറത്തിനെ പറ്റി ഞാനും അറിയുന്നത്. അങ്ങനെ വലിയ സ്വഹാബികളുടെ സദസ്സിൽ അദ്ദേഹത്തെ അടുത്തിരുത്തുകയും അദ്ദേഹത്തോട് ദീനിന്റെ മസ്അലകൾ ചർച്ച ചെയ്യുകയും ചോദിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജറ 68-ാമത്തെ വർഷം ത്വായിഫിൽ വെച്ചാണ്, മക്കയിലെ ത്വായിഫിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നാണ് പ്രബലമായ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്
കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം മരണം സംഭവിക്കുമ്പോൾ എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനിൻ്റെ തഫ്സീർ കൊണ്ടും ഈ ദീനിൻ്റെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ വിജ്ഞാനീയങ്ങൾ കൊണ്ടും അറിയപ്പെട്ട മഹാനായ സ്വഹാബിയായിരുന്നു. സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ പ്രായം കുറവായിട്ടും ഇൽമിൻ്റെ വിഷയത്തിൽ അദ്ദേഹം ഖിബാറുകളിൽ എണ്ണപ്പെടുന്ന മഹാനായ സ്വഹാബിയാണ്. എത്ര ഹദീസാണ് അവിടുന്ന് സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചത്? 1600-ലധികം ഹദീസുകൾ. 1600-ൽ കൂടുതൽ. പല ആ നമ്പറിൽ, ആ ഫിഗറിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ 1600-ലധികം എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1700-നടുത്ത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, 1660 എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്തായാലും 1600-ൽ പരം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകളായി ഉമ്മത്തിനെ കേൾപ്പിച്ചവനാണ് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, കൈഫ അസബ്ത ഹാദൽ ഇൽം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി, ഖുർആനിന്റെ തഫ്സീറിനെ പറ്റി, ദീനിന്റെ വിജ്ഞാനങ്ങൾ താങ്കൾ എങ്ങനെയാണ് സ്വായത്തമാക്കിയത്? അദ്ദേഹം പറഞ്ഞു, ഖാല ബിലിസാനിൻ ശഊലിൻ വഖൽബിൻ അഖൂലിൻ, ചോദിക്കുന്ന നാവ് കൊണ്ടും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഹൃദയം കൊണ്ടുമാണ് ഞാൻ ഈ ഇൽമ കരസ്ഥമാക്കിയത്. അതുകൊണ്ട് ദീൻ പഠിക്കാൻ ചോദിക്കണം, ഉലമാക്കളോട് ചോദിക്കണം, അവരുമായി ബന്ധം സ്ഥാപിക്കണം. അതുപോലെ തന്നെ ദീനിന്റെ മഹത്തായ വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിവിശാലതയും ഗ്രാഹ്യശക്തിയും നല്ല മനസ്സ് നമുക്കുണ്ടാകണം എന്ന പാഠം അദ്ദേഹം ഈ ഉമ്മത്തിന് കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി താബിഈങ്ങളിൽ പ്രമുഖരായ പലരും പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നീ കാണുകയാണെങ്കിൽ, ഇദാ റഅയ്ത ഇബ്നു അബ്ബാസ് ഖുൽത അജ്മലുൻ നാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ നീ നേരിട്ട് കാണുകയാണെങ്കിൽ നീ പറയും അജ്മലുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളവനാണ് അദ്ദേഹം എന്ന് നീ പറയും. ഫഇദാ നതക ഖുൽത അഫ്സഹുൻ നാസ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ സംസാരം നീ കേൾക്കുകയാണെങ്കിൽ നീ പറയും ജനങ്ങളിൽ ഏറ്റവും സ്ഫുടമായി സാരസമ്പൂർണമായി സംസാരിക്കുന്ന വ്യക്തി എന്ന് നീ അദ്ദേഹത്തെ കുറിച്ച് പറയും. ഫഇദാ തഹദ്ദസ് ഖുൽത അഅലമുൻ നാസ്, അദ്ദേഹം എങ്ങാനും ദീനിന്റെ മസ്അലകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നീ പറയും അദ്ദേഹം ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ളവനായിരുന്നു എന്ന് നീ പറയും എന്ന് താബിഈങ്ങളിൽ പലരും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരിച്ച ദിവസം താബിഈങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞു, മാതൽ യൗം മൻ കാന യഹ്താജു ഇലൈഹി മിൻ ബൈനിൽ മശ്രിഖി വൽ മഗ്രിബി ഫിൽ ഇൽം, ഇന്നിതാ കിഴക്കിനും പടിഞ്ഞാറിനും ഈ ചക്രവാളം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഭൂമിഗോളത്തിന് ഇൽമിന്റെ വിഷയത്തിൽ ഏറ്റവും ആവശ്യക്കാരനായ മഹാനായ സ്വഹാബി മരണപ്പെട്ടിരിക്കുന്നു എന്ന് ചിലർ പറഞ്ഞതായി കാണാം. ഇതാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാമാന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇനി നമുക്ക് ഹദീസിലേക്ക് വരാം. കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഹദീസ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റെ പേരിന് ശേഷം കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലായിരുന്നു. കുന്തു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിയുടെ പുറകിലായിരുന്നു എന്ന് പറയുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചിരുന്ന വാഹനമൃഗത്തിൻ്റെ പുറകിലായിരുന്നു. വാഹനമൃഗത്തിൻ്റെ പുറകിൽ നബിയുടെ പിന്നിലായി ഇരുന്നിരുന്നു എന്ന അർത്ഥമുണ്ട്. അതല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു നബിയുടെ വാഹനമൃഗത്തിന് പിറകിലായി അദ്ദേഹം നടക്കുകയായിരുന്നു. രണ്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ പിന്നിലായി യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയായിരുന്നു. ആ വാഹനമൃഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയയായി നൽകപ്പെട്ട ഒരു ബഗ്ലത്ത് എന്ന് പറഞ്ഞാൽ കുതിരയുമല്ല കഴുതയുമല്ല, നമ്മൾ പറയാം കോവർ കഴുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി ലഭിച്ച ഒരു കോവർ കഴുതയായിരുന്നു ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട യാത്രയിൽ നബിയുടെ വാഹനമൃഗം. അതിൻ്റെ പിന്നിലായി അദ്ദേഹം ഇരിക്കുകയായിരുന്നു, നബിയുടെ പുറകിൽ ഇരിക്കുകയായിരുന്നു എന്നതാണ് പല ഉലമാക്കളും നബിയുടെ പിന്നിൽ എന്നതിന് ഇവിടെ നൽകിയ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ പിന്നിലിരുത്തി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമായി യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് യാ ഗുലാം, യാ ഗുലാം. ചില റിവായത്തുകളിൽ കാണാം യാ ഗുലാം എന്നതിന് പകരം യാ ബുനയ്യ,
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുള്ളത്. ഒന്നുകൂടി വാത്സല്യം തുളുമ്പുന്ന വാചകമാണ്. എന്താണ് ബുനയ്യ എന്ന് വിളിച്ചാൽ അർത്ഥം? പൊന്നുമോനെ. യാ ഗുലാം, മോനെ, മകനെ. യാ ബുനയ്യ, പൊന്നുമകനെ, കുഞ്ഞുമകനെ. ഗുലാം എന്ന് പറഞ്ഞാൽ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നു, ഗുലാം എന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയെ തിഫ്ലെന്നും സ്വബി എന്നും ഗുലാമെന്നും വിളിക്കാം. ആ കുട്ടിക്ക് തമീസ് എത്തിക്കഴിഞ്ഞാൽ, അതായത് 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ പിന്നെ തിഫ്ൽ എന്ന് വിളിക്കൂല. പിന്നെ ആ കുട്ടിയെ സ്വബി എന്നും ഗുലാമെന്നും വിളിക്കും. ഏകദേശം പ്രായപൂർത്തിയുടെ പ്രായമെത്തുന്നത് വരെ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തിഫ്ൽ എന്ന് വിളിക്കില്ല, സ്വബി എന്നും ഗുലാമെന്നും വിളിക്കും. ഗുലാം എന്നത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെന്താണ് വിളിക്കുക? ഗുലാം എന്നാണ് വിളിക്കുക. ഏകദേശം 15, 16, 17, 18 വയസ്സ് വരെ ഗുലാം എന്ന് വിളിക്കും. പ്രായപൂർത്തിയോടടുത്ത പ്രായം മുതൽ ഏകദേശം 18 വയസ്സാകുവോളം ഗുലാം എന്ന് വിളിക്കും. 18 വയസ്സ് പൂർത്തിയായാൽ അവനെ ഫത എന്ന് വിളിക്കും. അറബിയിൽ ഫത എന്ന് വിളിക്കും. പിന്നീട് അങ്ങോട്ട് അവന്റെ കൗമാരം പിന്നിട്ട് ഒരു 40 വയസ്സ് വരെ അവൻ എന്ത് വിളിക്കും? ഷാബ് എന്ന് വിളിക്കും. അപ്പൊ ഗുലാം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയോടടുത്ത പ്രായം. പ്രായപൂർത്തിക്ക് മുമ്പുള്ള 13 മുതൽ 15 വയസ്സ് വരെ, അതല്ലെങ്കിൽ പ്രായപൂർത്തി കഴിഞ്ഞ ഉടനെ 16 17 ഇങ്ങനെ പ്രായപൂർത്തിയോടടുത്ത പ്രായത്തിലാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഗുലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യാ ഗുലാം, അതല്ലെങ്കിൽ യാ ബുനയ്യ എന്ന് വാത്സല്യത്തോടെ കാരുണ്യത്തോടെയാണ് വിളിച്ചിട്ടുള്ളത്. ഇത് കുട്ടികളെ, പ്രത്യേകിച്ച് ചെറിയ പ്രായമുള്ളവരെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അതല്ലെങ്കിൽ രക്ഷിതാക്കൾ, മുതിർന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മഹത്തായ പാഠമാണ്. അവരെ വിളിച്ച് അവർക്ക് സ്നേഹത്തോടെ കാര്യങ്ങൾ പകർന്നു നൽകണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതിയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയുന്നു, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു നൽകാം, ചില കലിമാത്തുകൾ പഠിപ്പിച്ചു നൽകാം എന്ന് പറഞ്ഞാൽ അത് കേവലം ചില വാചകങ്ങളല്ല. പണ്ഡിതന്മാർ പറയുന്നു, നാഫിആത്തിൻ ജാമിആത്തിൻ തൻതഫിഉ ബിൽ ഇൽമി ബിഹിന്ന വബിൽ അമലി ബിഹിന്ന, ഉപകാരപ്രദമായ സമഗ്രമായ ധാരാളം അറിവും പ്രവർത്തിക്കാൻ അമലും സമ്മാനിക്കുന്ന പദങ്ങൾ. നമുക്ക് ഈ ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ, ഈ ഹദീസ് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഈ ഹദീസിനെ പറ്റി ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയെ പോലെയുള്ള പറഞ്ഞു, മുൻഗാമികളിൽ ചിലർ ഈ ഹദീസിനെ പറ്റി പറഞ്ഞു, തദബ്ബർതു ബിഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ ആശയത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഫഅദ്ഹശനി കിത്തു അൻ അതീഷ്, ഈ ഹദീസിലെ ആശയങ്ങൾ എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിലംപതിക്കാനായി, അത് ചിന്തിച്ചു ഞാൻ ബോധരഹിതനാകാനായി. ഫവാ അസഫി മിനൽ ജഹ്ലി ബിഹാദൽ ഹദീസ് വഖില്ലത്തി തഫഹുമി ലിമഅനാഹ്, എന്റെ നഷ്ടമേ, എന്റെ ഖേദമേ, ഇത്രയും കാലം ഞാൻ ഈ ഹദീസിനെ അറിയാതെ പോയല്ലോ, ഇത്ര നാൾ ഇതിന്റെ ആശയങ്ങൾ ഞാൻ ഗ്രഹിക്കാതെ പോയല്ലോ, എന്റെ നഷ്ടമേ എന്നവർ പറയുകയുണ്ടായി. ആ പത്രമേൽ സാരസമ്പൂർണമായ വാചകങ്ങളാണ് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് പഠിപ്പിച്ചു നൽകാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനെ കേൾപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായ ഇബ്നു അബ്ബാസിനോട് ആമിറുക്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഞാനിതാ നിന്നോട് പറയാൻ പോകുന്നു, നീ കേൾക്കണം, ശ്രദ്ധിക്കണം, ഇസ്തമിഅ എന്നൊന്നുമല്ല പറഞ്ഞത്, മറിച്ച് ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു നൽകാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദയാവായ്പകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യതയാണ്, ലാളിത്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ഒരു കുട്ടിയെ വിളിച്ച്, മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ കുട്ടി കേൾക്കും, ഇഷ്ടപ്പെടും. പഠിപ്പിക്കുന്ന കാര്യങ്ങളോട് അവന് ആഗ്രഹമുണ്ടാകും, അതിലേക്ക് അവന്റെ ഹൃദയം ചാഞ്ഞുപോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ അഭിസംബോധന രീതി, കുട്ടികളോട് പോലും അവിടുന്ന് കാത്തു സൂക്ഷിച്ച മഹത്തായ വാത്സല്യത്തിന്റെ അവിടുത്തെ പ്രയോഗം ഈ ഹദീസിന്റെ ഈ വാചകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്
കുട്ടികളെ പഠിപ്പിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പണ്ഡിതന്മാർ ഈ വാചകത്തെ മുൻനിർത്തി നമ്മെ ഉപദേശിക്കുന്നു. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിനോട് ചോദിക്കുകയാണ്, അലാ ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ നിനക്ക് ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ബലാ യാ റസൂലല്ലാഹ്, അതെ നബിയെ, അതേ റസൂലേ, താങ്കൾ അറിയിച്ചാലും താങ്കൾ പഠിപ്പിച്ചു തന്നാലും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലെ ആദ്യ വാചകമായി പഠിപ്പിക്കുന്നു. നബി പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കലിമാത്തുകളിലെ ഒന്നാമത്തെ വാചകമായി ഇബ്നു അബ്ബാസിനെ കേൾപ്പിക്കുന്നു, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഈ ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, എന്തൊരർത്ഥവത്തായ, എന്തൊരു മഹത്തായ വാചകമാണത്. ഇഹ്ഫദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമയായ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയായ മനുഷ്യ, നിന്നോട് നിന്റെ റബ്ബ് പറയുന്നു, ആ റബ്ബിന്റെ വഹിയിൽ നിന്ന് നിന്റെ റസൂൽ നിന്നെ കേൾപ്പിക്കുന്നു, നീ നിന്റെ റബ്ബിനെ സൂക്ഷിക്കണേ, നിന്റെ റബ്ബിനെ നീ സൂക്ഷിക്കണേ. യഹ്ഫദ്, എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുന്നു, ഇഹ്ഫൽ അവാമിറഹു, ഇഹ്ഫൽ നവാഹി, ഇഹ്ഫൽ ഹുദൂദഹു, ഇഹ്ഫൽ ശആഇറഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ഫൽ ഹുഖൂഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള നിന്റെ ഹക്കുകൾ, നിന്റെ കടമകൾ നീ സൂക്ഷിക്കണം. തൗഹീദ്, അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹുവിനെ നീ തൗഹീദ് കൊണ്ട് കീഴൊതുങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ മുഴുവൻ അവന് മാത്രം നീ സമർപ്പിക്കണം. അല്ലാഹുവിന്റെ മേൽ നിനക്കുള്ള ഹക്ക് അതാണ്. നീ അല്ലാഹുവിനോടുള്ള ഹക്ക് വീട്ടി അവനെ സൂക്ഷിക്കണം. ഇഫ്ഫൽ ഹുദൂദഹു, അല്ലാഹുവിന്റെ ദീനിന്റെ അതിർവരമ്പുകൾ അല്ലാഹു നിശ്ചയിച്ച പരിധിയിൽ നീ നിൽക്കണം, അത് വിട്ടുകടക്കരുത്. ഇഫ്ഫൽ അവാമിറഹു, അല്ലാഹുവിന്റെ കൽപ്പനകൾ നീ സൂക്ഷിക്കണം. അല്ലാഹു പറഞ്ഞത് നീ നിർബന്ധമായും പ്രവർത്തിക്കണം, നീ അതിനെതിരെ പ്രവർത്തിക്കരുത്. ഇഫ്ഫൽ നവാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഹറാമാക്കിയ അവന്റെ വിലക്കുകൾ നീ ഒഴിവാക്കണം, അങ്ങനെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇഫ്ഫൽ ശആഇറഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച അവന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ നീ അതിനെ ആദരിക്കണം, നീ ബഹുമാനിക്കണം, നീ പരിരക്ഷിക്കണം, അതിനെ നീ പിച്ചു ചീന്തരുത്, നീ അതിനെ കാത്തു സംരക്ഷിക്കുന്നവനാകണം. ഇങ്ങനെ നിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച അതിർവരമ്പുകൾ, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ, അല്ലാഹുവിന്റെ കൽപ്പനകൾ, അവന്റെ വിലക്കുകൾ, ഇതിന് നീ മറ്റെന്തിനേക്കാളും മുൻഗണന നൽകണം. നിന്റെ ഇച്ഛകൾ, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ മോഹങ്ങൾ, നിന്റെ ഇഷ്ടങ്ങൾ അതിനെതിരാണെങ്കിൽ നീ നിന്റെ ഇച്ഛകളെയും നിന്റെ താല്പര്യങ്ങളെയും അതിന്റെ മുമ്പിൽ ബലി കഴിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടങ്ങൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ വിലക്കുകൾ മറ്റെന്തിനേക്കാളും നീ മുന്നിൽ വെക്കണം. ഇങ്ങനെ നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചാൽ യഹ്ഫദ്, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇവിടെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന രംഗം വിശദീകരിക്കവേ ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, അൻ തഹ്ഫളൽ ഇൽം, അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നീ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽം, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളാകണം. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ, കിതാബിന്റെയും സുന്നത്തിന്റെയും സലഫു സാലിഹിങ്ങളുടെ ആധാറുകളുടെയും അഇമ്മത്തിന്റെ കിതാബുകളിലും രേഖപ്പെടുത്ത വിജ്ഞാനങ്ങൾ അത് നീ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പഠിപ്പിക്കുന്ന, പ്രചരിപ്പിക്കുന്ന സദസ്സുകളിൽ നീ സന്നിഹിതനാകണം. നീ അത് നഷ്ടപ്പെടുത്തിക്കൂടാ. എവിടെ നിന്നെല്ലാം നിനക്ക് ദീനിന്റെ വിജ്ഞാനങ്ങൾ, മൊഴിമുത്തുകൾ വാരിയെടുക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം നീ അത് പോയി പകർന്നെടുക്കണം, നീ സൂക്ഷിക്കണം, നീ എഴുതിയെടുക്കണം, നീ കുറിച്ചു വെക്കണം, നീ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം, നിന്റെ മനസ്സിൽ കൊത്തിവെക്കണം, നിന്റെ അമലിലൂടെ നീ അതിനെ പരിരക്ഷിക്കണം. ഇങ്ങനെ ദീനിന്റെ വിജ്ഞാനങ്ങൾ നീ സൂക്ഷിക്കണം എന്നും അതിനർത്ഥമുണ്ട്. യഹ്ഫദില്ലാ, ഇങ്ങനെയെല്ലാം നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ യഹ്ഫദ്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ ഈ പറയപ്പെട്ടതുപോലെ സൂക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്താൽ അള്ളാഹു തിരിച്ചു നിനക്ക് ഹിഫ്ള് നൽകും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. ഹിഫ്ള് കൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ഹിഫ്ള് കൊണ്ട് അവൻ നിന്നെ തിരിച്ചു സംരക്ഷിക്കും. അള്ളാഹുവിനെ നമ്മൾ എങ്ങനെയാണോ അവന് വേണ്ടി അമൽ ചെയ്യുന്നത് അതിന്റെ അതേ തോതിൽ, അതേ ഇനത്തിൽ, അതേ തരത്തിൽ അള്ളാഹുവിനുള്ള പ്രതിഫലം ഉണ്ടാകും. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന
ഇസ്ലാമിന്റെ മഹത്തായ ഖായിദ, അടിസ്ഥാനം ഈ വാചകത്തിൽ പ്രകടമാണ്. നീ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്താൽ അള്ളാഹു നിന്നെ ഹിഫ്ള് ചെയ്യും, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാൻ ചെയ്താൽ, നന്മ ചെയ്താൽ അതിന് പ്രതിഫലം ഇഹ്സാൻ അല്ലാതെ മറ്റെന്താണ്? അള്ളാഹു നിനക്ക് ഇഹ്സാൻ ചെയ്യും, അള്ളാഹു നിനക്ക് സംരക്ഷണമേകും. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സംരക്ഷിക്കണമെങ്കിൽ, അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിക്കണമെങ്കിൽ, പണ്ഡിതന്മാരിൽ ചില പറഞ്ഞു, ഇദാ അറദ്ത അൻ യുഹ്സിന അല്ലാഹു ഇലൈക ഫഅഹ്സിൻ ഇലാ ഖൽഖി. നിന്നോട് അള്ളാഹു നന്മ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നീ നന്മ ചെയ്യുക. ഇൻ അറദ്ത അൻ യഗ്ഫിറ അല്ലാഹു ലക ഫഗ്ഫിർ ലിഖൽഖില്ലാഹ്. നിനക്ക് അള്ളാഹു പുറത്തു നൽകണമെന്ന് നീ ആഗ്രഹിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് പുറത്തു നൽകുക. ഇൻ അറദ്ത അൻ യുഈനക അല്ലാഹ് ഫഅഇൻ ഖൽഖല്ലാഹ്. അള്ളാഹു നിന്നെ സഹായിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹിഫ്ള് നമുക്ക് തിരിച്ചു ലഭിക്കുക? അള്ളാഹുവിന്റെ സംരക്ഷണം ഏതെല്ലാം രൂപത്തിലാണ് നമുക്ക് ലഭിക്കുക? പണ്ഡിതന്മാർ പറയുന്നു, യഹ്ഫദുല്ലാഹ ലക ദുനിയാക. നിന്റെ ദുനിയാവ് അള്ളാഹു സംരക്ഷിക്കും. വയഹ്ഫദു ലക മസാലിഹക. നിനക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും, സകല നന്മകളും അള്ളാഹു നിനക്ക് സ്വായത്തമാക്കി നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ആരോഗ്യം സംരക്ഷിക്കും, നിന്റെ കാഴ്ച സംരക്ഷിക്കും, നിന്റെ കേൾവി സംരക്ഷിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞു, നിന്റെ നല്ല കാലത്ത്, നിന്റെ യുവത്വ കാലഘട്ടത്തിൽ, നിന്റെ ചുറുചുറുക്കിന്റെ കാലഘട്ടത്തിൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിച്ചാൽ നിന്റെ വാർദ്ധക്യകാലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാഴ്ചക്കും കേൾവിക്കും ശക്തി ക്ഷയിക്കാതെ നിന്നെ സംരക്ഷിക്കും. ഒരാളുടെ മുമ്പിലും ആശ്രയം തേടി ചെല്ലാൻ അത്രമേൽ നീ ക്ഷീണിച്ച് അവശനാകാത്ത അവസ്ഥയിൽ അള്ളാഹു നിന്റെ അവസാന വേളയിൽ നിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ, ചില ആളുകൾ കണ്ടിട്ടില്ലേ, വളരെ പ്രയാസപ്പെട്ടവർ മരണത്തോട് മല്ലിടും. ആ അവസ്ഥയിൽ വരെ മറ്റുള്ളവരെ ആശ്രയിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിന്റെ ശാരീരിക ക്ഷമത സംരക്ഷിക്കും എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു, നിന്റെ സന്താനങ്ങളെ സംരക്ഷിക്കും. നീ പെട്ടെന്ന് മരണപ്പെട്ടാൽ നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് സ്വാലിഹായി മരിച്ച വ്യക്തിയാണെങ്കിൽ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെ നീ ഉപേക്ഷിച്ച് പെട്ടെന്ന് നീ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുകയാണെങ്കിൽ നിന്റെ ജീവിതകാലത്തിന് ശേഷം അള്ളാഹു നിന്റെ മക്കളെ സംരക്ഷിക്കും. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ രണ്ട് യതീമായ കുട്ടികളുടെ കഥ പറയുന്നുണ്ടല്ലോ. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം നടത്തിയ യാത്രയിൽ, വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീനതി ഫകാന തഹ്തഹു കൻസുൽ ലഹുമാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വതസ്തഖ്രിജ കൻസഹുമാ വകാന അബൂഹുമാ റഹ്മതൻ മിൻ റബ്ബിക് വകാന അബൂഹുമാ സ്വാലിഹ. അങ്ങനെയല്ലേ ആയത്ത്? എന്താണ് ആയത്തിന്റെ അർത്ഥം? ആ പട്ടണത്തിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തു. അള്ളാഹു അതിന്റെ കാരണമായി പിന്നീട് മൂസാ നബിക്ക് അത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ ചുമരിനടിയിൽ, പൊളിഞ്ഞു വീഴാറായ ചുമരിനടിയിൽ ആ പട്ടണത്തിൽ രണ്ട് യതീം മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്തുണ്ടായിരുന്നു, നിധിയുണ്ടായിരുന്നു. അത് ആളുകൾ അപഹരിക്കാതിരിക്കാൻ അവർ പ്രായമെത്തി യുവാക്കളായി അവർക്കത് ഉപകാരപ്പെടാൻ അള്ളാഹു അവരോട് കാണിച്ച കാരുണ്യം, സംരക്ഷണം, അതിനു കാരണമായി അള്ളാഹു പറഞ്ഞു, ഫകാന അബൂഹുമാ സ്വാലിഹ. അവരുടെ പിതാവ് സ്വാലിഹായിരുന്നു. അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്ത് സ്വാലിഹായി ജീവിച്ച് മരിച്ച പിതാവായിരുന്നു. ആ പിതാവ് മരിച്ചിട്ടും അള്ളാഹു നോക്കൂ, അപരിചിതനായ ഒരാളെ കൊണ്ട് ആ പൊളിഞ്ഞു വീഴാറായ മതിൽ പടുത്തുയർത്തി അള്ളാഹു സംരക്ഷിക്കും. ഇങ്ങനെ അത്ഭുതകരമായി സംരക്ഷിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ, വിചിത്രമായ വിജനമായ ഒരു ദ്വീപിൽ നിങ്ങളെ കടിച്ചു കീറാൻ വരുന്ന ഒരു വന്യജീവിയുടെ മുമ്പിൽ നിങ്ങൾ അകപ്പെട്ടാൽ പോലും നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചവനാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകും. മഹാനായ സഫീനത്തു മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. കടൽ യാത്ര നടത്തുകയാണ്. കടലിൽ സുനാമി ഉണ്ടായി. അദ്ദേഹത്തിന്റെ കപ്പൽ തകർന്നു. അദ്ദേഹം വിചിത്രമായ ഒരു ദ്വീപിൽ പോയി അടിഞ്ഞു. ഗർജിക്കുന്ന ഒരു സിംഹം അദ്ദേഹത്തെ വരവേറ്റു.
യാ അബുൽ ഹാരിസ് അന സഫീനത്തു മൗല റസൂലില്ലാഹ്, ഓ അബുൽ ഹാരിസ്, സിംഹത്തിന്റെ കുഞ്ഞിത്ത് വിളിച്ച് അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഭയന്ന അദ്ദേഹം, അല്ലാഹുവിനെ ഹിഫ്ള് ചെയ്ത് ജീവിച്ച അദ്ദേഹം, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബിയാണെന്ന് പറഞ്ഞു. സിംഹം അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തു. അവസാനം ആ ദ്വീപിൽ നിന്ന് സുരക്ഷിതനായ അദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ സിംഹം അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ സിംഹം ഒന്ന് തലകുനിച്ച് ഒരു ശബ്ദമുണ്ടാക്കി എന്നാണ്. സിംഹം എന്നോട് യാത്ര പറയുന്നതായി എനിക്ക് തോന്നി. നോക്കൂ നിങ്ങൾ, ആരും സംരക്ഷിക്കാനില്ലാത്ത ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങളെല്ലാം അടഞ്ഞുപോയ, എല്ലാ കവാടങ്ങളും മുറ്റിപ്പോയ അവസ്ഥയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു സംരക്ഷണം നൽകും. അത്ഭുതകരമായ രൂപത്തിൽ, അത്ഭുതകരമായ രൂപത്തിൽ. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ സംരക്ഷിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ, അള്ളാഹു തിരിച്ചു നൽകുന്ന സംരക്ഷണത്തിൽ, അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്തവർക്ക് നൽകുന്ന അള്ളാഹുവിന്റെ സുരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ദീൻ സുരക്ഷിതമായി അള്ളാഹുവിന്റെ ഹിഫ്ളിൽ അവർക്ക് മരിക്കാൻ സാധിക്കുക എന്നതാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു അവരുടെ ദീൻ കുഫ്റിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, ശുബഹത്തുകളിൽ നിന്ന്, ശഹ്വത്തുകളിൽ നിന്ന്, അനാവശ്യമായ ഛിദ്രതയിൽ നിന്ന്, ഭിന്നിപ്പിൽ നിന്ന്, അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന്, ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീനിനെ സംരക്ഷിക്കുമെന്നാണ്. ഇഫ്ളില്ലാഹ യഫ്ൽ, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. രണ്ടാമത്തെ വാചകം എന്താണ്? ഇഫ്ളില്ലാഹ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിനക്ക് നിന്റെ മുൻപിൽ കാണാൻ സാധിക്കും. തുജാഹക് എന്ന് പറഞ്ഞാൽ അമാമക്, അള്ളാഹുവിനെ നിനക്ക് നിന്റെ മുൻപിൽ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ, അവന്റെ സഹായവും അവന്റെ പരിരക്ഷയും അവനിൽ നിന്നുള്ള തൗഫീഖും ബറക്കത്തും റഹ്മത്തും ഹിദായത്തും എല്ലാം മൂടിപ്പൊതിഞ്ഞവനായി അള്ളാഹു നിന്നെ സംരക്ഷിക്കുന്നവനായി നിനക്ക് അള്ളാഹുവിനെ സദാ അവന്റെ സാന്നിധ്യം, മഅയ്യത്ത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സാഹിബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ഹിജ്റ പോകുന്ന വേളയിൽ ഗാർ സൗർ ഗുഹയിൽ ഒളിച്ചപ്പോൾ, ശത്രുക്കൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ, തങ്ങളെ കാണുമെന്ന ഭീതിയിലായപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിഭ്രാന്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മാ ظنك യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമ, നമ്മൾ രണ്ടുപേരോടൊപ്പം മൂന്നാമനായ അള്ളാഹു ഉള്ളപ്പോൾ താങ്കളുടെ വിചാരം എന്താണ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു ഉണ്ട് നമ്മോടൊപ്പം, ദുഃഖിക്കേണ്ടതില്ല, ഭയക്കേണ്ടതില്ല എന്ന് ആശ്വസിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചില്ലേ? ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതു ഘട്ടത്തിലും തങ്ങളെ സഹായിക്കും, തങ്ങൾക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകും എന്ന് ആശ്വസിക്കാൻ സാധിക്കുന്നവർ അള്ളാഹുവിനെ ഹിഫ്ള് ചെയ്യുന്നവരാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ പറഞ്ഞില്ലേ, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സന്നിഗ്ധ ഘട്ടത്തിലും നമ്മെ സംരക്ഷിച്ചും നമുക്ക് കാവലേർപ്പെടുത്തിയും നമുക്ക് ഹിദായത്ത് നൽകിയും നമ്മെ നേർവഴിയിലൂടെ സഞ്ചരിപ്പിച്ചും നമുക്ക് സംരക്ഷണമേകും. അതാണ് ഇഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക്, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ നിനക്ക് മുന്നിൽ കാണാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത വാചകം വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം ചോദിക്കുക. നിന്റെ ചോദ്യം അള്ളാഹുവിനോട് മാത്രം പരിമിതപ്പെടുത്തുക. ചോദ്യം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ നമ്മുടെ ചോദ്യത്തെ നമുക്ക് വേർതിരിക്കാം. ഒന്ന്, വാജിബായും നിർബന്ധമായി അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. അതെന്താണ്? അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം. ഹിദായത്ത്, തൗഫീഖ്, മഗ്ഫിറത്ത്, സ്വർഗം, നരകമോചനം, റഹ്മത്ത്, ഇതെല്ലാം അള്ളാഹുവിനോട് മാത്രം നമ്മൾ ചോദിക്കേണ്ടുന്ന വാജിബത്തായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ. അത് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാവും. രണ്ടാമത്തെ ചോദ്യം മുസ്തഹബായ ചോദ്യമാണ്. മുസ്തഹബായ ചോദ്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ തന്നെ അത് സൃഷ്ടികളോട് ചോദിക്കാതിരിക്കലാണ്. സൃഷ്ടികളോട് ചോദിക്കാതിരിക്കലാണ് അഫ്ളൽ.
സൃഷ്ടികൾക്ക് കഴിയുന്ന, ഇപ്പം നമ്മുടെ മുമ്പിൽ കഴിവുള്ള, നമ്മുടെ മുമ്പിൽ സന്നിഹിതനായ, ഹയ്യും ഹാദിറും ഖാദിറുമായ ഒരു മനുഷ്യനോട് അവന് കഴിയുന്ന കാര്യം നമുക്ക് ചോദിക്കാം, അത് അനുവദനീയമാണ്, യജൂസ്. പക്ഷേ അതുപോലും സൃഷ്ടികളോട് ചോദിക്കാതെ, മനുഷ്യർക്ക് കഴിയുന്ന അവരോട് ചോദിക്കാതെ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത്, ആ ചോദ്യം പോലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നുള്ളത് മുസ്തഹബാണ്. കാരണം എന്താണ് കാരണം സഹോദരങ്ങളെ? ഈ ഹദീസിന്റെ ബാക്കി വാചകങ്ങൾ അതിനുള്ള ഇല്ലത്ത് പറയുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാകും. അതിനു മുമ്പ് പ്രാഥമികമായി ഞാൻ കാരണം പറയാം. സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യം പോലും അള്ളാഹുവിനോട് ചോദിക്കലാണ് അഫ്ളൽ എന്ന് പറയാനുള്ള കാരണം എന്താണ്? സൃഷ്ടികൾ അത് കേവലം സബബ് മാത്രമാണ്, കാരണം മാത്രമാണ്. നിനക്ക് ഒരു സമ്പന്നനിൽ നിന്ന് കുറച്ചു പൈസ കിട്ടാൻ ആഗ്രഹമുണ്ട്, അയാളോട് നിനക്കത് ചോദിക്കാം, യജൂസ്, അനുവദനീയമാണ്. പക്ഷേ അയാൾ നിനക്ക് ആവശ്യമുള്ള സാമ്പത്തിക പ്രതിസന്ധി നിറവേറ്റിത്തരിക, അയാളെ കൊണ്ട് നിറവേറ്റിത്തരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിക്കേണ്ട സഹായമാണ്. അയാളും അയാളുടെ സമ്പത്തും ഒരു കാരണം മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിനക്കത് ലഭിക്കാതിരിക്കാം, ലഭിച്ചേക്കാം. അതുകൊണ്ട് എന്ത് സഹായവും എന്താവശ്യവും അതിനുവേണ്ടി നമ്മൾ സമീപിക്കുന്ന ആരും എന്തു കാരണവും അത് കാരണം മാത്രമാണ്. ആ കാരണത്തെ നമുക്ക് അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും അള്ളാഹു മാത്രമാണ്. അപ്പോൾ കാരണത്തെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. കാരണത്തെ നമുക്ക് അനുകൂലമാക്കുന്ന റബ്ബിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഏതാണ് അഫ്ളൽ? ആ കാരണത്തെ കാരണമായി നിശ്ചയിച്ച റബ്ബിനോട് ചോദിക്കലാണ് അഫ്ളൽ. അതുകൊണ്ട് സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കലാണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാർ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക. ഇവിടെ ഇസ്തിആന എന്നതും അവിടെ വാജിബായ സഹായത്തേട്ടമുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം, അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ അവനോട് മാത്രം സഹായം തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരോട് സഹായം തേടാം, യജൂസ്, അത് അനുവദനീയമാണ്. എങ്കിൽ പോലും അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നതാണ് മുസ്തഹബ്. കാരണം പണ്ഡിതന്മാരിൽ ചിലർ ഒരു ഖാഇദ പറഞ്ഞു, യുക്റഹു ലിൽ ഇൻസാനി അൻ യസ്തഈന ബിൽ മഖ്ലൂഖ്. മനുഷ്യൻ അവനെ പോലെയുള്ള സൃഷ്ടികളോട് സഹായം തേടുന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്. എങ്ങനത്തെ സഹായം? അവർക്ക് കഴിയുന്ന കാര്യം. കഴിയാത്ത കാര്യം ചോദിച്ചാൽ ശിർക്കാവും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ, അവനെ പോലെയുള്ള ഒരു മനുഷ്യന് കഴിയുന്ന കാര്യം അവരോട് ചോദിക്കുക എന്നുള്ളത്, സഹായം തേടുക എന്നുള്ളത്, അത് കറാഹത്താണ്. വയുസ്തഹബ് ലിൽ മഖ്ലൂഖി അൻ യുഈനൽ മഖ്ലൂഖ്. എന്നാൽ സൃഷ്ടികളെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മുസ്തഹബാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. ഇപ്പൊ സഹായം ചോദിക്കാതെ, ഇപ്പൊ ഒരാൾക്കൊരു പ്രയാസമുണ്ടായി, ഒരു ആവശ്യമുണ്ടായി, അയാൾ സഹായിക്കപ്പെടേണ്ടവനാണ് എന്ന് പരസ്പരം മനസ്സിലാക്കി നമുക്ക് സഹായിക്കാം, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. മറിച്ച് കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യാതെ സകലരുടെയും മുമ്പിൽ പോയി സഹായ ഹസ്തങ്ങൾ നീട്ടുക എന്നുള്ളത് ഒരു മുവഹിദിന് അവന്റെ ഉന്നത നിലവാരത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് അത് കറാഹത്താണ്. അപ്പൊ പരസ്പരം നമ്മൾ കണ്ടറിഞ്ഞ് സഹായിക്കണം കഴിയുന്ന കാര്യങ്ങളിൽ. എന്നാൽ സഹായം അഭ്യർത്ഥിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നത് അത് തൗഹീദിന്റെ പരിപൂർണതക്ക് യോജിക്കാത്തത് കൊണ്ടാണ്. അതുപോലും നമ്മളിപ്പോൾ ഒരാളിൽ നിന്നൊരാവശ്യം കിട്ടാൻ വേണ്ടി അയാളെ സമീപിച്ചു, അയാൾ അത് നമുക്ക് നിറവേറ്റിത്തരാൻ അള്ളാഹു അയാളെ കാരണമായി നിശ്ചയിച്ചു. അയാളുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാണ്. ഇപ്പൊ നമ്മൾ ഭൗതികമായ കാര്യകാരണങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി തേടുന്നു. അതിനെ നമുക്ക് അനുകൂലമാക്കുന്നതും അത് യാതൊരു ഉപകാരവുമില്ലാതെ ഫലശൂന്യമായി തീരുന്നു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. കാര്യങ്ങളുടെ കടിഞ്ഞാൺ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ ഇന്ന സബബ് സ്വീകരിച്ചാൽ അത് നമുക്ക് ഇന്ന ഫലമുണ്ടാക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു, നമ്മൾ നിശ്ചയിക്കുന്നു. പക്ഷെ അള്ളാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണം. നിയന്ത്രിക്കുന്നവനായ റബ്ബിനേക്കല്ലേ നമ്മൾ ആത്യന്തികമായി തേടേണ്ടത്, ചോദിക്കേണ്ടത്. ഒരു സമ്പന്നനെ സമീപിച്ച് അദ്ദേഹത്തിന്റെ സമ്പത്ത് നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ ആ സമ്പന്നനെ സമ്പന്നനാക്കിയ, സമ്പന്നന് തന്റെ സമ്പത്ത് ദരിദ്രന് നൽകാൻ മനസ്സുണ്ടാക്കുന്ന, അവന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്ന റബ്ബിനോട് ചോദിക്കലാണോ, അതല്ല കേവലം കാരണമായ ആ സമ്പന്നനോട് ചോദിക്കലാണോ അഫ്ളൽ? ഒരു മുവഹിദിന്റെ ഉന്നത നിലവാരം അള്ളാഹുലേക്ക് എന്ന ചിന്തയാണ് അവനെ ഉണർത്തേണ്ടത്. അതാണ് അനുവദനീയമായ കാര്യങ്ങളിൽ പോലും
സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുന്ന രംഗങ്ങൾ പോലും അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹുവിനോട് സഹായം തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്കത് നിറവേറ്റിത്തരും എന്ന ശുഭപ്രതീക്ഷയാണ് ഒരു മുസ്ലിമിന് ഉണ്ടാകേണ്ടത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകത്തിലൂടെ ഇബ്നു അബ്ബാസിനെ കേൾപ്പിക്കുന്നത്. എന്നിട്ട് ശേഷമുള്ള വാചകങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ചോദ്യം അള്ളാഹുവിനോട് മാത്രം, എന്തുകൊണ്ട് സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രം, എന്താണ് അതിന്റെ കാരണം? അതിന്റെ ഇല്ലത്ത് വ്യക്തമാക്കുകയാണ് ശേഷമുള്ള വാക്കുകളിൽ. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. എന്തുകൊണ്ട് നീ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം, അവനോട് മാത്രം സഹായം തേടണം? ഈ സമൂഹം ഒന്നടങ്കം, അവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സകല ജിന്നും ഇൻസും പെട്ടു. വൽ മഖ്സൂദു ബിഹി കുല്ലു നാസി വൽ ജിൻ. പണ്ഡിതന്മാർ പറയുന്നു എല്ലാ ജിന്നും എല്ലാ ഇൻസും പെട്ടു ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ. ആരാണോ ആവശ്യക്കാരൻ, ആരാണോ ചോദിക്കുന്നത്, ആരാണോ സഹായം അഭ്യർത്ഥിക്കുന്നത്, അവനല്ലാത്ത എല്ലാം, അത് ജിന്നാകട്ടെ ഇൻസാകട്ടെ, എല്ലാം പെട്ടു. അവരെല്ലാവരും ലവിജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ. ബിശൈഇൻ എന്ന് പറഞ്ഞാൽ ബിശൈഇൻ ഖലീൽ, ഒരു നിസാരമായ, ഏതു മനുഷ്യനും സാധിക്കുന്ന സാമാന്യം നിസാരമായ, വളരെ തുച്ഛമായ ഒരു കാര്യം, അതിനുവേണ്ടി ഈ സമൂഹം ഒന്നടങ്കം ജിന്നും ഇൻസും, നീയല്ലാത്ത എല്ലാ പടപ്പുകളും ഒരുമിച്ചുകൂടി. ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. അവരോട് നീ സഹായം ചോദിച്ചാൽ, ഒരു ഉപകാരം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ, അവർ നിനക്ക് ഉപകാരം ചെയ്തു തരണമെങ്കിൽ അള്ളാഹു നിനക്കത് രേഖപ്പെടുത്തണ്ടേ. ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. അള്ളാഹു നിനക്ക് അനുകൂലമായത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എങ്കിൽ അവർക്ക് ആ ഉപകാരം നിനക്ക് ചെയ്തു തരാൻ സാധിക്കും. ഇല്ലാത്തിടത്തോളം അവർ നിനക്കൊരു ഉപകാരവും എത്ര തുച്ഛമായ നിസാരമായ വിഷയത്തിലും അവർക്കത് സാധിക്കുകയില്ല, ചെയ്തു തരാൻ കഴിയുകയില്ല. അത് കഴിയുന്നത് അള്ളാഹുവിനാണ്. അതുകൊണ്ട് കഴിയുന്ന റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, കഴിയുന്ന റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വ്യക്തമാക്കുകയാണ്. ശേഷമുള്ള വാചകം എന്താണ്? വഇൻ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ. ഇനി അവരെല്ലാവരും, ഈ ലോകത്തുള്ള സകല ജിന്നും ഇൻസും, നിനക്കൊരു ഉപദ്രവം, ഒരു ചെറിയ ഉപദ്രവം, നിന്റെ രോമത്തിനൊരു പോറലാകട്ടെ, അതല്ലെങ്കിൽ നിന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു സംസാരമാകട്ടെ, അതല്ലെങ്കിൽ ഒരു ഭീഷണിയാകട്ടെ, ഒരു വെല്ലുവിളിയാകട്ടെ, ഒരു പരിഹാസമാകട്ടെ, ബഹിഷ്കരണമാകട്ടെ, എന്തുമാകട്ടെ, എത്ര നിസാരമാണെങ്കിലും നീയല്ലാത്ത എല്ലാ പടപ്പുകളും ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപദ്രവം ഏൽപ്പിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടു എന്ന് വിചാരിക്കുക. ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. അല്ലാഹു നിനക്കെതിരെ നിനക്ക് പ്രയാസമുണ്ടാകണം, നിനക്ക് തിന്മയായി ഭവിക്കണം, ബുദ്ധിമുട്ടുണ്ടാകണം എന്ന് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ അവർക്കൊരു ഉപദ്രവവും നിന്നെ ഏൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന്റെ മനസ്സിൽ കൊത്തിവെക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം, അവന്റെ ഖളാ, അവന്റെ ഖദർ, അത് മാത്രമേ സംഭവിക്കൂ, എനിക്ക് അനുകൂലമാണെങ്കിലും ശരി, എനിക്ക് പ്രതികൂലമാണെങ്കിലും ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഹൃദയം, അവന്റെ ആത്മബന്ധം, അവന്റെ മനോവ്യാപാരങ്ങൾ അത് മുഴുവൻ അല്ലാഹുൽ മാത്രം ബന്ധിതമായിരിക്കും. അവന്റെ ഹൃദയം അല്ലാഹുലേക്ക് മാത്രം തിരിയുന്നതായിരിക്കും. അവൻ എന്തു കാരണം പ്രവർത്തിച്ചോട്ടെ, എന്ത് അധ്വാനം എടുത്തോട്ടെ, എന്തു പണിയെടുത്തോട്ടെ, കാരണങ്ങളിലേക്ക് അവന്റെ ഹൃദയം തിരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രം അവന്റെ ചിന്തയും അവന്റെ പ്രവർത്തനവും അവന്റെ വാക്കും അവന്റെ ഹൃദയവും തിരിഞ്ഞു കളയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് അതാണ്. ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ അല്ലാഹുവുള്ള പ്രതീക്ഷ വർദ്ധിക്കും. ജനങ്ങളെക്കുറിച്ചുള്ള പേടി, ഭീതി, ആശങ്ക, ഭൗതികമായ പ്രതിസന്ധികൾ അതവൻ അലട്ടുകയില്ല. കാരണം അവന്റെ ഹൃദയം എല്ലാം തീരുമാനിക്കുന്ന, നടപ്പിലാക്കുന്ന റബ്ബിലേക്കാണ് തിരിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള നല്ല വിചാരം അവന്റെ മനസ്സിൽ വളരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിലുള്ള ഈമാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങളിലൂടെ ഊട്ടിയുറപ്പിക്കുകയാണ്. അല്ലാഹു തീരുമാനിച്ചതേ സംഭവിക്കൂ, അവൻ നിശ്ചയിച്ചതേ സംജാതമാകൂ, അല്ലാഹു വിധിച്ചതേ നടക്കൂ. അതൊന്നുകൂടി അരക്കെട്ടുറപ്പിക്കുകയാണ് അടുത്ത വാചകങ്ങളിലൂടെ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന സകല കാര്യങ്ങളുടെയും വിധി നിർണയങ്ങൾ അവന്റെ സുരക്ഷിതമായ ഫലകത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ
അവന്റെ കിതാബിൽ അവൻ സൃഷ്ടിച്ച കലം കൊണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതേ സംഭവിക്കൂ. റുഫിഅത്തിൽ അഖ്ലാം, ആ പേന ഉയർത്തപ്പെട്ടു. വജഫത്തി സുഹുഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി അവന്റെ രേഖയിലെ മഷി അത് ഉണങ്ങിപ്പോയി. അതിനി ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. അല്ലാഹു രേഖപ്പെടുത്തിയത് അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ അവൻ രേഖപ്പെടുത്തി വെച്ചത്, അവൻ വിധിച്ചത്, അവൻ നിർണയിച്ചത് അതേ സംഭവിക്കൂ. അതിനപ്പുറത്തൊന്നും സംഭവിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ആദ്യ റിപ്പോർട്ടിൽ ഇമാം തിർമിദി റഹിമഹുല്ലാ നിവേദനം ചെയ്ത ആദ്യ വാചകങ്ങളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ശേഷം നമ്മൾ പറഞ്ഞു ഇമാം തിർമിദിയുടെ റിപ്പോർട്ടല്ലാത്ത ഇമാം അഹ്മദും ഇമാം ഹാക്കിമും ഇമാം തബ്റാനിയും എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസിന്റെ മറ്റൊരു വാചകത്തിൽ കാണാം, ഇഹ്ഫദില്ലാഹ തജിദ്ഹു അമാമക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ നിനക്ക് നിന്റെ മുമ്പിൽ കണ്ടെത്താൻ സാധിക്കും. തജിദ്ഹു തുജാഹക് എന്ന് നേരത്തെ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അതിന് സമാനമായ അർത്ഥമാണ് തജിദ്ഹു അമാമക്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, നീ അല്ലാഹുവിനെ നിന്റെ ഐശ്വര്യവേളയിൽ, നിന്റെ ധന്യവേളയിൽ നീ അല്ലാഹുവിനെ അറിയുക, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിഗ്ധ ഘട്ടങ്ങളിൽ, പ്രയാസവേളയിൽ നിന്നെ അറിയുന്നതാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് സുഖമുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളില്ലാതിരിക്കുമ്പോൾ, ഐശ്വര്യവേളയിൽ, സമ്പന്നവേളയിൽ അവർ ഗഫലത്തിലാകാൻ, അശ്രദ്ധയിലാകാൻ, നന്ദികേടിലാകാനാണ് കൂടുതൽ സാധ്യത. പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുതൽ വിനയാന്വിതരാകും, അള്ളാഹുലേക്ക് കൂടുതൽ ആവശ്യക്കാരാവും, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കും. എന്നാൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതിരിക്കുമ്പോൾ ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്ന വേളകളിൽ മനുഷ്യർ നന്ദികേടിലാകും. അങ്ങനെ അവൻ ധിക്കാരിയാകും, അവൻ ഹറാമ് ചെയ്യുന്നവനാകും, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് പുറംതിരിയും. പരീക്ഷിക്കപ്പെട്ടാൽ അവൻ തിരിഞ്ഞു നടക്കുകയും ചെയ്യും. എന്നാൽ നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ചില ആളുകൾ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ആളുകളെ വ്യവച്ഛേദിച്ചതായി കാണാം, തരംതിരിച്ചതായി കാണാം. ചില ആളുകൾ പരീക്ഷണ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കും, പരീക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ അല്ലാഹുവിനെ മറന്ന് ജീവിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിഞ്ഞു നടക്കും. എന്നാൽ ചില ആളുകൾ പരീക്ഷണം ഉണ്ടായാലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായാലും ഒരു വേളയിലും അല്ലാഹുവിനെ ഓർക്കാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് പല ദുരന്തങ്ങൾ നടന്നു. അവിടെ എല്ലാം നഷ്ടപ്പെട്ട ജീവച്ഛവം പോലെ ബാക്കിയായ ഒരുപാട് മുസ്ലിം ഉമ്മത്തിൽ അംഗങ്ങളുണ്ട്. ആ ദുരിതത്തിന്റെ നിലയില്ലാ കയത്തിലും മുങ്ങിത്തപ്പുമ്പോൾ അവർ അല്ലാഹുവിനെ കുറിച്ച് പരാതി പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ ക്ഷമിക്കാതെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിന്റെ വാചകങ്ങൾ ഉരുവിടുകയാണ്. അല്ലാഹുലേക്ക് തിരിഞ്ഞു നടന്ന് തങ്ങളുടെ പാപക്കറകൾ കഴുകി അല്ലാഹുവിന്റെ ദീനിലേക്ക് സമ്പൂർണമായി മടങ്ങാൻ ഒരു ചിന്ത പോലും ഉളവട്ടുന്നില്ല അവരുടെ ഹൃദയത്തിൽ. ഇന്നത്തെ കാലത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇതാണ്. പ്രയാസം വന്നാലും, പ്രയാസത്തിന്റെ നിലയില്ലാ കാര്യത്തിൽ മുങ്ങിത്തപ്പിയാലും അവർ അല്ലാഹുവിനെ ഓർക്കുന്നില്ല, അല്ലാഹുലേക്ക് തിരിഞ്ഞു നടക്കുന്നില്ല. ഇവിടെ പ്രയാസത്തിൽ അല്ലാഹുവിനെ ഓർക്കുന്നതിനപ്പുറത്ത് പ്രയാസമില്ലാത്ത ഘട്ടത്തിലും നീ അല്ലാഹുവിനെ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പ്രയാസവേളയിൽ നിന്നെ ഓർക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും, അല്ലാഹുവിന്റെ കാവലുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിന്നെ സംരക്ഷിക്കും എന്നതാണ് തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് പറയത്തക്ക സുഖമോ ദുരിതമോ പട്ടിണിയോ പരീക്ഷണമോ പ്രതിസന്ധികളോ ഇല്ലെങ്കിൽ പോലും നമ്മൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് ഓർത്ത് ശ്രദ്ധയോടെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അകപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ സംരക്ഷിക്കും, അവന്റെ കാവലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം നമ്മുടെ മുൻപിലുണ്ടാകും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങളിലൂടെ പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നത്. ആളുകൾ ഐശ്വര്യവേളയിൽ അല്ലാഹുവിനെ മറക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഅലം അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക്, നീ അറിയണം നിന്നിൽ നിന്ന് തെറ്റിപ്പോയത് ലം യകുൻ ലിയുസീബക്, നിന്നെ ബാധിക്കുന്നതല്ല, നിനക്ക് ലഭിക്കേണ്ടതല്ല, നിനക്ക് കിട്ടാതെ പോയതൊന്നും
നിനക്ക് ലഭിക്കേണ്ടതല്ല. വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക്, നിനക്ക് ബാധിച്ചതൊന്നും നിന്നെ ബാധിക്കാതെ പോകേണ്ടതുമല്ല. അപ്പൊ എന്തൊരു സംഗതി നമുക്ക് പ്രയാസമാകട്ടെ, അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാകട്ടെ, അത് ലഭിച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുളകം കൊള്ളേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫി അൻഫുസികും, എന്താണ് ആയത്ത്? മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. തെറ്റിയോ? എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, മുൻകൂട്ടി നിശ്ചയിച്ചത്? നമുക്ക് സ്വന്തം നമ്മുടെ നഫ്സിൽ ബാധിക്കുന്ന മുസീബത്താകട്ടെ, ഭൂമിയിൽ സംഭവിക്കുന്ന എന്ത് സംഗതിയാകട്ടെ, അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചത് എന്തിനാണ്? ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നമുക്ക് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിക്കാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാകും, ഇനി എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് പുളകം കൊള്ളാതിരിക്കാൻ, സന്തോഷിച്ച് മതോന്മത്തരാകാതിരിക്കാൻ. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, അള്ളാന്റെ ഓശാരമാണ്, അവന്റെ ഔദാര്യമാണ്, നിന്റെ കഴിവല്ല, നിന്റെ സാമർത്ഥ്യമല്ല, നിന്റെ പദവിയല്ല, നിന്റെ അധികാരമല്ല. നീ പെരുമ നടിക്കണ്ട, നീ അഹങ്കാരിയാകണ്ട, നീ അള്ളാഹിനെ ധിക്കരിക്കണ്ട, അവനെ മറക്കണ്ട, ശ്രദ്ധയിലാകണ്ട. അള്ളാഹുവിന്റെ ഓശാരം, അവന്റെ കനിവ്, അവന്റെ ഔദാര്യം, അത് മാത്രമാണ്. ഇനി നീ ആഗ്രഹിക്കാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിധിച്ചതേ സംഭവിക്കൂ. അള്ളാഹുവിന് അതിന്റെ പിന്നിൽ യുക്തി ഉണ്ടാകും. അള്ളാഹു നീ വെറുക്കുന്നത് നിനക്കത് ഖൈറായി ഭവിക്കും. നിനക്കറിയില്ല അത് ഖൈറാണോ ഷർറാണോ. നിനക്ക് ഏറ്റവും അനുയോജ്യമായത് എന്താണെന്ന് അറിയുന്ന റബ്ബിന്റെ നിശ്ചയമാണത്. നീ ക്ഷമിക്കണം, നീ ക്ഷമകേട് കാണിക്കരുത്. അസാ അൻ തക്റഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ ഫഹുവ ശർറുൽ ലക്കും. നീ ചിലത് ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷെ നിനക്കത് ഷർറായിരിക്കും. അള്ളാഹുവിനെ അറിയോ ഇത് ഷർറാണോ ഖൈറാണോ എന്ന്. അതുകൊണ്ട് നിനക്ക് ലഭിച്ചതൊന്നും നിനക്ക് കിട്ടാതെ പോകേണ്ടതല്ല, നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് കിട്ടേണ്ടതുമല്ല. നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോൾ, നമ്മൾ വലിയ സ്വപ്നവും മോഹങ്ങളും അഭിലാഷങ്ങളും കെട്ടിപ്പടുത്ത് നമ്മൾ മുന്നിൽ കണ്ട സമീപസ്ഥ നമ്മുടെ കയ്യെത്തും ദൂരത്ത് എന്ന് നമ്മൾ പ്രതീക്ഷ പലതും നമുക്ക് കിട്ടാതെ തെറ്റിപ്പോയി. ക്ഷമിക്കണം, സഹിക്കണം. അള്ളാഹു നിനക്ക് നിശ്ചയിച്ചിട്ടില്ല. നിനക്ക് കിട്ടേണ്ട ഒരു റുപ്പിക, നിനക്ക് കിട്ടേണ്ടുന്ന ഒരു നാണയത്തൊട്ട് അള്ളാഹു നിന്റെ പോക്കറ്റിൽ നിക്ഷേപിക്കപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയേ തീരൂ. നിനക്ക് കിട്ടിയിരിക്കും. നിനക്ക് കിട്ടാതെ പോയത് ഒരിക്കലും നിന്റെ സമ്പാദ്യത്തിലേക്ക് എത്തുകയില്ല. അതുപോലെ നിനക്ക് ബാധിച്ച എന്തെങ്കിലും ദുരിതങ്ങൾ അത് നിന്നെ തന്നെ ബാധിക്കേണ്ടതാണ്, നിന്നെ അത് ബാധിക്കാതെ പോകുകയില്ല. ഈ മഹത്തായ പാഠമാണ് അവസാനത്തെ വാചകങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവസാനത്തെ ഈ ഹദീസിന്റെ അവസാനത്തെ 3 വാചകങ്ങൾ, സഹോദരങ്ങളെ, ഇത് സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരാപ്തവാക്യം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മൊഴിമുത്ത് ഒരു സ്റ്റിക്കറായി പതിപ്പിച്ച് അതിൻ്റെ അർത്ഥം പ്രദർശിപ്പിച്ച് നമ്മുടെ വീടുകളിൽ, നമ്മുടെ വാഹനങ്ങളിൽ എല്ലാവരും കാണുന്നിടത്ത് ഇത് പതിപ്പിച്ചു വെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ അത്ഭുതമാണിത്. റസൂലുള്ളാഹി പറയുന്നു, വഅലം അന്നൻ നസ്റ മഅ സബ്ർ, അറിയണം നീ ക്ഷമയോടൊപ്പമാണ് വിജയമുള്ളത്. എവിടെ ക്ഷമയുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് പറഞ്ഞാൽ, അവിടെ അന്നൻ നസ്റ മഅ സബ്ർ എന്ന് പറഞ്ഞെടുത്ത് ക്ഷമയോട് സമീപസ്ഥമായി, ഉടനെ തന്നെ, വിദൂരമല്ലാതെ, ഖരീബുസ് സമാനി വൽ മകാൻ. പണ്ഡിതന്മാർ പറയുന്നു, നീ എപ്പോഴെല്ലാം ക്ഷമ അവലംബിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിനക്ക് ഐഹികവും പാരത്രികവുമായ വിജയവും സൗഭാഗ്യവും സമീപസ്ഥമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വിജയവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ, ക്ഷമയുടെ 3 ഇനങ്ങൾ സദാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഏതൊക്കെയാണ് ക്ഷമയുടെ 3 ഇനങ്ങൾ? അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമ, അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ, അതിനിടയിൽ അള്ളാഹുവിന്റെ വിധിയിൽ, ഖളായിൽ സംഭവിക്കുന്ന പരീക്ഷണങ്ങൾ, വിപത്തുകളിൽ, കൈപ്പേറിയ അനുഭവങ്ങളിൽ ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ക്ഷമ. ഈ 3 ക്ഷമയും ഏത് കാലത്തും മരണം വരെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അന്നൻ നസ്റ മഅ സബ്ർ, ക്ഷമയോടൊപ്പം അള്ളാഹുവിന്റെ വിജയവും സഹായവും സമീപസ്ഥമാണ്. വഅന്നൽ ഫറജ മഅൽ കർബ്, വഅന്നൽ, അവിടെ എങ്ങനെ വായിക്കേണ്ടത്? വഅന്നൽ ഫറജ, ഫാഇനും റാഇനും ജീമിനും ഫത്ഹായിട്ടാണ് വായിക്കേണ്ടത്.
വഅന്നൽ ഫറജ മഅൽ കർബ്. കർബിന് വായിക്കേണ്ടത് റാഇന് സുക്കൂനായിട്ടാണ്. കർബ് എന്താണ് അതിന്റെ അർത്ഥം? പ്രയാസത്തോടൊപ്പം ആശ്വാസമുണ്ട്. നിനക്കെപ്പോഴെല്ലാം പ്രയാസം നേരിടുന്നോ അപ്പോഴെല്ലാം സമീപസ്ഥമായ ആശ്വാസമുണ്ട്. വഅന്നൽ ഫറജ മഅൽ കർബ്. അതുകൊണ്ട് പ്രയാസമുണ്ടായാൽ സന്തോഷിക്കുക, ആശ്വാസം സമീപസ്ഥമുണ്ട്. വഅന്നൽ യുസ്ര മഅൽ ഉസ്ർ. അവസാനത്തെ വാചകമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്നൽ യുസ്ര മഅൽ ഉസ്ർ. തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്. ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആയത്തിന്റെ തനതായ വാചകമാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. എന്തിനാണ് 2 തവണ ഈ ആയത്ത് ആവർത്തിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീറിൽ തന്നെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 തവണ ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് പറഞ്ഞതിന്റെ രഹസ്യം, ഏതൊരു പ്രയാസം നമുക്കുണ്ടോ ആ പ്രയാസത്തോടൊപ്പം 2 എളുപ്പമുണ്ടാകും. ഒരിക്കലും ഒരു പ്രയാസം 2 യുസ്റിനെ അതിജയിക്കുകയില്ല. ലാ യഗ്ലുബുൽ ഉസ്ര ലാ യഗ്ലുബുൽ ഉസ്ര യുസ്റൈൻ. 2 എളുപ്പത്തെ ഒരു പ്രയാസം അതിജയിക്കുകയില്ല. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഒരു പ്രയാസം നമുക്ക് ഉണ്ടായി, ആ പ്രയാസം ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്ക് എളുപ്പമല്ലേ ഉണ്ടായിരുന്നത്? ഒരു ഞെരുക്കം നമുക്കുണ്ടായി, ആ ഞെരുക്കത്തിന് മുമ്പ് നമുക്ക് എളുപ്പമായിരുന്നു. എളുപ്പത്തിന് ശേഷമാണ് ഞെരുക്കുണ്ടായത്. ഇനി ഞെരുക്കം വന്നാലോ ആ ഞെരുക്കം മാറി പിന്നീട് എളുപ്പം വരും. അപ്പൊ ഒരു ഞെരുക്കം ഉണ്ടായാൽ അതിനു മുമ്പും എളുപ്പമാണ്, അതിനുശേഷവും എളുപ്പമാണ്. ഈ 2 എളുപ്പത്തിന് നടുവിലാണ് ഞെരുക്കം വരുന്നത്. അപ്പൊ ഒരിക്കലും നമുക്കുണ്ടാകുന്ന ഞെരുക്കം നമുക്കുണ്ടാകുന്ന എളുപ്പങ്ങൾക്കുമേൽ അതിജയിക്കുകയില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ടാകും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതൊന്നും എണ്ണിപ്പറയാൻ ഇപ്പോൾ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദൗറിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഈ ഹദീസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പാഠങ്ങൾ മാത്രം നമ്മളത് കുറിച്ച് അവിടെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടത് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.